ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ നിറച്ചതാണ്. അതിനു വേണ്ടി കല്ലുമ്മക്കായ കഴുകി വൃത്തിയാക്കി തോട് ഇങ്ങനെ വേണ്ട ആവശ്യമായ സാധനങ്ങൾ: അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി 2 കപ്പ് പത്തിരിപ്പൊടിയും അതിൻ്റെ കൂടെ 1 കപ്പ് കൂടി ആഡ് ചെയ്യുന്നത്, 3/4 കപ്പ് പുട്ടുപൊടി, 1/4 കപ്പ് തേങ്ങയും അതിൻ്റെ കൂടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്. ഇത് അരക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 8 ചെറിയുള്ളി മുറിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടിയിൽ ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പൊടികളും മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും കൂടി ചേർത്ത് കുഴച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. തേങ്ങ അരക്കുന്നതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. വലിയ ജീരകമാണ് ചേർക്കേണ്ടത്. അരിപ്പൊടിയിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചെറിയുള്ളി മുറിച്ചിട്ടതും കൂടി ചേർത്ത് നന്നായി കൂട്ടി കുഴക്കുക. കല്ലുമ്മക്കായ നിറച്ചതിന് വേണ്ടിയുള്ള മാവ് കൂട്ടി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നിറക്കാം. ഇതിലേക്കാണ് നമ്മൾ ഈ മാവ് നിറച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിലേക്ക് ഓരോ ഉരുളകളായിട്ട് ഞാൻ നിറച്ച് വെച്ചിട്ട് ഇത് ആവിയിൽ വേവിക്കുകയാണ് ഇതിന്. ഇതിലേക്ക് ഓരോന്നും നിറച്ചത് വെച്ച് കൊടുക്കുക. പതിനഞ്ച് കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. ആ 15 എണ്ണവും നിറച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്, ആവിച്ചമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ആവി പിടിച്ച് വേവിച്ചെടുക്കണം. തോട്ടം അതിന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില മുറിച്ചിടുക. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എത്രയാണോ വേണ്ടത് അതിന്, മറ്റേ പൊടിയിലേക്കും ഉപ്പിട്ടിട്ടുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് അതിനാവശ്യത്തിന് ചേർക്കുക. ഒരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ തോല് പൊളിച്ച് ഇങ്ങനെ വൃത്തിയാക്കി തോല് പൊളിച്ചെടുത്ത് ചട്ടി അടുപ്പത്ത് വെക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചൂടാക്കിയെടുക്കുക. കല്ലുമ്മക്കായ തോല് മസാലയിലിട്ട് ഒന്ന് വരട്ടിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഈ തോല് പോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിലുള്ള കല്ലുമ്മക്കായ അഥവാ കടുക്ക സാധ്യതയുണ്ട്. സാവധാനം ചൂട് തണിഞ്ഞതിന് ശേഷമേ തോല് പോക്കാവൂ. ഞാൻ തോല് പോക്കിയപ്പോൾ 2-3 വിട്ടുപോയിട്ടുണ്ട്. വെളിച്ചെണ്ണയിലിട്ട് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടിയതായതുകൊണ്ട് പുറമെ ഒന്ന് മുരിച്ചെടുത്താൽ മതി. ഇത് മുരിച്ചെടുത്താൽ മതി. ഉള്ളു വേവണമെന്നില്ല. ഉള്ളു വെന്തതാണ്. എടുത്ത് ഞാൻ ഇതുപോലെ ഉരുട്ടി അവിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുത്തു. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ. ഇനി കല്ലുമ്മക്കായ നിറച്ചതെന്നും കടുക്ക നിറച്ചതെന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ.